ഇന്ന് ജാസ്മിനോട് ഷിജോ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതൊന്നൊന്നര ചോദ്യമായിരുന്നു. പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമായിരുന്നു അത്. അഗ്നിപരീക്ഷ എന്ന ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുകയുണ്ടായി. നോമിനേഷനിൽ വന്നവർ എന്തുകൊണ്ട് നോമിനേറ്റായി, എന്തുകൊണ്ടവർ അവിടെ നിൽക്കണം എന്ന് പറയാനുള്ള ഒരു അവസരം ആയിരുന്നു അത്. പലരും സംസാരിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി തോന്നിയത് ഷിജോ ചോദിച്ച ചോദ്യമായിരുന്നു. ഇവിടെ അതിൽ ജിൻഡോ നൈസായിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ 2 ഘട്ടങ്ങൾ ഉണ്ടായി എന്ന് ജാസ്മിൻ പറഞ്ഞില്ലേ, അതിൽ ആദ്യ ഘട്ടം ആലോചിച്ച് കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന്. അതായിരുന്നു ജിൻഡോ നൈസായിട്ട് ചോദിച്ച ചോദ്യം. അതിന് ജാസ്മിൻ ഇല്ല എന്ന് തന്നെ തറപ്പിച്ച് മറുപടി പറഞ്ഞു. അപ്പോൾ ഷിജോ പറഞ്ഞു, നിന്റെ ഈ ഫോട്ടോയും മാലയും ഒക്കെ നിന്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആദ്യം അത് ഇവിടുന്നെടുത്ത് കളയും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, നീ ഇത് എഴുതി വെച്ചോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നീ പറഞ്ഞത് എൻ്റെ വീട്ടുകാർക്ക് എന്നെ അറിയാം എന്നായിരുന്നു, അവർ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നായിരുന്നു. പക്ഷേ നിന്റെ വീട്ടുകാർ വന്നപ്പോൾ ഫോട്ടോ എടുത്ത് മാറ്റുകയല്ലേ ആദ്യം ചെയ്തത്, നിന്റെ കയ്യിലുണ്ടായിരുന്ന മാല ഊരി വാങ്ങുകയാണ് ചെയ്തത്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന്. അപ്പോൾ ജാസ്മിൻ ആകെ ഒരു പരിങ്ങലായിരുന്നു അവൾക്ക്. അവൾ പറയുന്നുണ്ട്, നീ പറഞ്ഞിരുന്നത് ഫോട്ടോ എടുത്ത് വലിച്ച് കീറിക്കളയും എന്നല്ലേ, അവർ കീറിയതൊന്നുമില്ലല്ലോ, അവർ വാങ്ങി വെക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഷിജോ പറയുന്നുണ്ട് എങ്കിൽ അത് നിന്റെ വീട്ടുകാരുടെ മര്യാദയാവാം എന്നും അവൻ പറയുന്നുണ്ട്. നിന്റെ വീട്ടുകാർ നിന്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങുകയും മാല ഊരി എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ ഇരിക്കുന്നത് അതവർക്ക് ഇഷ്ടമല്ല എന്നും നിന്റെ പ്രവൃത്തികൾ അവർക്ക് പോലും ബുദ്ധിമുട്ടാക്കി എന്നല്ലേ അതിനർത്ഥം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ അത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആകെ ഒരു പരിങ്ങലായിരുന്നു അവർക്ക്. അവർ തറപ്പിച്ച് വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്കതിൽ കുറ്റബോധമുണ്ടോ എന്ന്. അപ്പോഴും അവൾ പറയുന്നത് എനിക്ക് കുറ്റബോധം ഇല്ല എന്നു തന്നെയായിരുന്നു. എന്തായാലും ഇത് പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമായിരുന്നു. അതാണ് നമ്മുടെ ഷിജോ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഓക്കെ.